ആ അബുദുക ജഅത്തിൽ ഹശ്റ, തങ്ങളെ അബുദ് ഹശ്റിലേക്ക് വരുകയോ ബഹുവ അദീമ, ഒന്നും ഇല്ലാത്തവനായിക്കൊണ്ടിട്ട്. ഈ അബുദ് ഒന്നുമില്ലാതെ വെറും കൈയോടെ ഹശ്റിലേക്ക് വരികയാണോ വേണ്ടത്? ഇവിടെ അബുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബുദ് എന്ന് പറഞ്ഞാൽ ശിർക്കൊന്നും വരൂല. അബുദിന് 100ഓളം പ്രയോഗങ്ങളുണ്ട്. ഒരു പ്രയോഗം എടുത്തിട്ട് ശിർക്ക് എന്ന് പറഞ്ഞാൽ 99 പ്രയോഗത്തിൽ ശിർക്കില്ലല്ലോ. അബുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ സ്നേഹിക്കുന്ന ആള്, എന്ത് കൽപ്പന ഇടുന്നവോ അത് അപ്പടി അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആള്. ഇവിടെ എവിടെ ശിർക്കുള്ളത്? അതായത് നിഘണ്ടു നോക്കിയിട്ട് അബുദ് അടിമാതാതെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ബാക്കിയൊന്നും നോക്കിയിട്ടില്ല. അയിന് ബാഗ് ദാനടങ്ങുന്ന മാതകള് 100 ചില്ലാന പ്രയോഗത്തിനുണ്ട്. എല്ലാ നിഘണ്ടും എല്ലാ ലോകത്തും പഠിച്ചു നോക്കണം, എന്നിട്ട് കുറ്റപ്പെടുത്താൻ പറ്റും. അബുദ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് അള്ളാഹ്ക്കല്ലാണ്ട് അബൂദിയത്ത് പറ്റൂല, അപ്പം തന്നെ മുശ്രിക്കായി കാഫിറായി എന്നാ പറയും. പള്ളിയെല്ലാം അമ്പലുമായി ഒരു അബുദ് എന്ന് പറയലോടുകൂടി. അബുദിന് എന്തെല്ലാം അർത്ഥമുണ്ട്? തൈഷ അബ്ദുൽ ദിർഹമി വദ്ദീനാർ എന്ന് ഹദീസിലില്ലേ? ദിർഹം ദീനാരൻ അതിലേറ്റ് സ്നേഹിക്കുന്നവനെന്താകും? ഓരോ കാലം കഷ്ടത്തിലാണ്. അവിടെ ദിർഹം ദീനാരൻ ഇങ്ങനെ വെച്ചിട്ട് ഇലാഹാക്കി ആരാധിച്ചെന്ന് അതിന് വായന. അപ്പം മഹബത്തിൽ കൂടുതൽ പൂണ്ട് പിടിച്ച്. അതുപോലെ നേതാവ് എന്താണോ കൽപ്പന ഇടുന്നത് ആ കൽപ്പന അക്ഷരപതി സ്വീകരിക്കുന്ന ഒരാൾ എന്നർത്ഥമുണ്ട്. അതിന് മറക്കണം മുഷ്ടിയോ എന്തില്ല, വിലങ്ങി നിൽക്കലോ ഇല്ല. ആ അർത്ഥത്തിനോട് യോജിപ്പ് കുറവ്. സ്വന്തം തടിഞ്ഞാക്കാണ് സ്നേഹിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതൊന്നും അത്തരക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ടിട്ട് വിശ്വാസമാകുന്ന ആളുകൾക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. അത് ശരിയാവുമെന്ന് വിചാരിച്ച് മെനക്കണ്ട, അത് മാറുന്ന രോഗമല്ല.